വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഈജിപ്തിലെ ഗവർണറായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നൈൽ നദിയുടെ ഒരു പ്രവണതയെപ്പറ്റി അറിഞ്ഞു. വർഷത്തിലൊരിക്കൽ നൈൽ നദി ഒഴുകണമെങ്കിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ നൈൽ നദിയിലേക്ക് ഇട്ടുകൊടുക്കണം, അഥവാ ഹോമിച്ച് കളയണം. ഈ പ്രവണതയെപ്പറ്റി ഗവർണർ അറിയുകയാണ്. നാട്ടുകാർ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് ആഭരണങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ട് നൈൽ നദിക്ക് നൽകണം, എങ്കിലേ നദി ഒഴുകുകയുള്ളൂ എന്ന്. ഇക്കാര്യം ഗവർണർ അറിഞ്ഞു. ഗവർണർ പ്രഖ്യാപിക്കുകയാണ്, ഇന്ന ഹാദാ ലാ യകൂൻ, ഈ നടപടി പറ്റില്ല, ഇത്തരം അന്ധവിശ്വാസങ്ങൾ വേണ്ട, ഹോമം പാടില്ല തന്നെ. അങ്ങനെ ഗവർണർ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. ഇതറിഞ്ഞ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഫലകമെടുത്തിട്ടെഴുതി, മിൻ അബ്ദില്ലാഹി ഉമർ ഇലാ നീലി അഹ്ലിൽ മിസ്ർ. അള്ളാഹുവിൻ്റെ വിനീത ദാസനാകുന്ന ഉമർ എന്നവർ ഈജിപ്തിലെ നൈൽ നദിക്ക് എഴുതുന്ന കത്ത്. ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു. നൈൽ നദിയോട് ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കുകയാണ്, നീ നിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ ഇനി ഒഴുകേണ്ട ആവശ്യമില്ല. അല്ല, നീ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ മര്യാദയ്ക്ക് ഒഴുകിക്കൊള്ളണം എന്ന്. ആ കത്ത് നൈൽ നദിയിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ നൈൽ നദി പിന്നെയും ഒഴുകാൻ തുടങ്ങിയെന്ന് ചരിത്രം പറയുന്നു.